തുല്ലാബി അൽ ഐസ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഞ്ചാമത്തെ യൂണിറ്റ് അഥവാ ഹുബ്ബുൽ വത്തൻ എന്ന് പറയുന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പാഠത്തിൻ്റെ പേര് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. യൗമു ജുംഹൂരിയത്തുൽ ഹിന്ദ് എന്നാണ്. യൗമു ജുംഹൂരിയത്തുൽ ഹിന്ദ്. അന്ന് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്നാണ്. യൗമ് എന്ന് പറഞ്ഞാൽ ദിനം, ദിവസം എന്നാണ്. ജുംഹൂരിയത്ത് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് എന്നാണ്. അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്നാണ് പറയുന്നത്. ഇത് എന്താണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? അസ്ബഹത്ത് ആസിമത്തുൽ ഹിന്ദി മുസ്ദഹിമത്തൻ സ്വബാഹൽ യൗമി സാദിസി വൽ അശ്രീന മിൻ യനായർ. അസ്ബഹത്ത് കാന സ്വാറ അസ്ബഹ എന്നൊക്കെ പറഞ്ഞാൽ ആയിരുന്നു, ആയിത്തീർന്നു എന്നൊക്കെയാണ്. അസ്ബഹത്ത് ആയിത്തീർന്നു. ആസിമത്തുൽ ഹിന്ദ്, ആസിമത്ത് എന്ന് പറഞ്ഞാൽ തലസ്ഥാനം എന്നാണ്. ആസിമത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ തലസ്ഥാനം ആയി. എന്തായി? മുസ്ദഹിമത്തൻ ക്രൗഡഡായി, തിങ്ങി നിറഞ്ഞതായി. ഇന്ത്യയുടെ തലസ്ഥാനം എന്തായി? തിരക്കേറിയതായി. സ്വബാഹ യൗമിസാദിസി വൽ അശ്രീന. സ്വബാഹ രാവിലെ. എപ്പോഴാണ് സമയം? രാവിലെ. അല്യൗമിസാദിസി വൽ അശ്രീൻ ഏത് ദിവസത്തിലാണ്? അല്യൗമ ദിവസം. അസാദിസു വൽ അശ്രീന, സാദിസു വൽ അശ്രീന എന്ന് പറഞ്ഞാൽ 26-ആം തീയതി. മിൻ യനായർ ജനുവരിയിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ജനുവരി 26-ആം തീയതിയുടെ പ്രഭാതത്തിൽ രാവിലെ ഇന്ത്യയുടെ തലസ്ഥാനം തിങ്ങി നിറഞ്ഞതായി, ജനനിബിഡമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വഫീദാലിക്കൽ യൗമി ആ ദിവസത്തിൽ, വഫീദാലിക്കൽ യൗമി ആ ദിവസത്തിൽ സ്വാറത്തിൽ ഹിന്ദു ജുംഹൂരിയത്തൻ, സ്വാറത്ത് അന്നായിരുന്നു, സ്വാറ ആയിരുന്നു. വഫീദാലിക്കൽ യൗമി സ്വാറത്തിൽ ഹിന്ദു ഇന്ത്യ അന്ന് ആയിത്തീർന്നു. ജുംഹൂരിയത്തൻ റിപ്പബ്ലിക് ആ ദിവസത്തിലാണ്, അഥവാ ജനുവരി 26-ലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് പറയുന്നത്. വഫീദാലിക്കൽ യൗമി ആ ദിവസത്തിൽ സ്വാറത്തിൽ ഹിന്ദു ഇന്ത്യ ആയി. ജുംഹൂരിയത്തൻ റിപ്പബ്ലിക്, ഇന്ത്യ റിപ്പബ്ലിക്കായി. ഹലറ ആലാഫും മിനന്നാസി, ഹലറ ഹാജറായി, പ്രസൻ്റായി. ആലാഫും മിനന്നാസി, ആലാഫുൻ അൽഫുൻ ജമ്മ ആലാഫുൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്. അൽഫുൻ എന്ന് പറഞ്ഞാൽ 1000, ആലാഫുൻ ആയിരങ്ങൾ. ആയിരക്കണക്കിന് മിനന്നാസി ജനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? അവിടെ പ്രസൻ്റായി. എവിടെ നിന്നൊക്കെയുള്ള? മിൻ മുഖ്തലിഫി അൻഹാ ഇൽ ഹിന്ദി, മിൻ മുഖ്തലിഫി അൻഹാ ഇൽ ഹിന്ദി. മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത, അൻഹാ എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ. ഇന്ത്യയുടെ അൽ ഹിന്ദ് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ പ്രസൻ്റായി. ഇസ്തൊഫ അണിനിരന്നു. ഇസ്തൊഫ വരിയായിട്ട് നിന്നു, അല്ലെങ്കിൽ അണിനിരന്നു. അൽ ജുയൂഷു പട്ടാളക്കാർ, അൽ ജുയൂഷു സൈന്യം അണിനിരന്നു. അമാമ ബവ്വാബത്തുൽ ഹിന്ദ്, അമാമ മുന്നിൽ, അമാമ എന്ന് പറഞ്ഞാൽ മുന്നിൽ. ബവ്വാബത്തുൽ ഹിന്ദ് ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ. ബവ്വാബത്ത് എന്ന് പറഞ്ഞാൽ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ സൈന്യം അണിനിരന്നു. ഖദിമ സ്വാഹിബു സആദത്തി റഈസുൽ ഹിന്ദി വ റഫഅൽ അലമ. ഖദിമ മുന്നോട്ട് വന്നു. സ്വാഹിബു സആദത്തി, സ്വാഹിബു സആദത്തി എന്ന് പറഞ്ഞാൽ ബഹുമാനപൂർവ്വം പറയാൻ വേണ്ടിയിട്ടാണ് സ്വാഹിബു സആദത്തി എന്നൊക്കെ പറയുന്നത്. മലയാളത്തിലൊക്കെ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ തിരുമേനി എന്നൊക്കെയാണ്. അത്രയും ബഹുമാനപ്പെട്ട റഈസുൽ ഹിന്ദ് ഇന്ത്യയുടെ നായകൻ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് വന്നു. എന്നിട്ടോ വ റഫഅൽ അലമ, വ റഫഅ അദ്ദേഹം ഉയർത്തി. അൽ അലമ, അൽ അലമുൽ ഹിന്ദി ഇന്ത്യൻ പതാക. അലം എന്ന് പറഞ്ഞാൽ പതാക, ഫ്ലാഗ്. ഇന്ത്യയുടെ ഫ്ലാഗ് എന്ത് ചെയ്തു? ഉയർത്തി. എന്നിട്ടോ വസ്തലമ തഹിയ്യാത മിനൽ ജുനൂദി, വസ്തലമ അദ്ദേഹം സ്വീകരിച്ചു. വസ്തലമ അദ്ദേഹം സ്വീകരിച്ചു. അത്തഹിയ്യാത്ത, അത്തഹിയ്യാത്ത എന്താണ് സ്വീകരിച്ചത്? അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു. ആരിൽ നിന്ന്? മിനൽ ജുനൂദി പട്ടാളക്കാരിൽ നിന്ന് ആ ഒരു തഹിയാത്ത്, സല്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം, സല്യൂട്ട് എന്ത് ചെയ്തു? സ്വീകരിച്ചു. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്?
ഖദ്ദമ അൽ ഫന്നാനൂന. ഖദ്ദമ എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു. ഖദ്ദമ എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു. അൽ ഫന്നാനൂന കലാകാരന്മാർ. ഫന്നാനൂന കലാകാരന്മാർ അവതരിപ്പിച്ചു. മിൻ വിലായത്തിൽ മുഖ്തലിഫ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള. വിലായത്തുൻ ജമ്മ് വിലായാത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ. അൽ മുഖ്തലിഫത്തി വ്യത്യസ്തമായ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ചു. എന്താണ് അവതരിപ്പിച്ചത്? മആരിലൻ സഖാഫിയത്തൻ. മആരിലൻ എന്ന് പറഞ്ഞാൽ മേളകൾ അല്ലെങ്കിൽ എന്താ പറയുക പരിപാടികൾ. മആരിലൻ സഖാഫിയത്തൻ. സഖാഫിയത്തൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ മേളകൾ. സാംസ്കാരികമായ മേളകൾ പ്രദർശനങ്ങൾ അവർ നടത്തി. മാത്രമല്ല വ ബറാമിജൻ ഖാസ്വത്തൻ. ബറാമിജൻ പ്രോഗ്രാമുകൾ പരിപാടികൾ. ഖാസ്വത്തൻ പ്രത്യേകമായ ബിവിലായത്തിഹിം അവരുടെ സംസ്ഥാനത്തിൽ. ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തമായ പരിപാടികൾ ഉണ്ടാവും അവരുടേതായ. അതൊക്കെ അവിടെ എന്ത് ചെയ്തു? അവർ അവതരിപ്പിച്ചു. സുമ്മ ജറ. സുമ്മ പിന്നീട് ജറ നടന്നു. അൽ അർലുൽ അസ്കരി. അൽ അർലുൽ അസ്കരി പട്ടാളക്കാരുടെ പരേഡ്. പട്ടാളക്കാരുടെ പരേഡ് നടന്നു. അർള് എന്ന് പറഞ്ഞ പ്രദർശനം, പരേഡ് എന്നൊക്കെയാണ്. അപ്പോൾ അസ്കരി പട്ടാളക്കാരുടെ പ്രദർശനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവരുടെ പരേഡാണ്. മാത്രമല്ല വ അർലുൽ അസുലിഹത്തി. വ അർലുൻ പ്രദർശനവും. എന്തിൻ്റെയൊക്കെ പ്രദർശനങ്ങളാണ് നടന്നത്? അൽ അസുലിഹത്തി ആയുധങ്ങളുടെ, യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പ്രദർശനം നടന്നു. മാത്രമല്ല വൽ മറാക്കിബൽ ഹർബിയ യുദ്ധവാഹനങ്ങളുടെ പ്രദർശനങ്ങൾ നടന്നു. അപ്പോൾ പിന്നീട് പട്ടാളത്തിൻ്റെ പരേഡും യുദ്ധവാഹനങ്ങളുടെ പ്രദർശനവും അവിടെ നടന്നു. കാനത്തിത്വാഇറാത്തു വിമാനങ്ങളിങ്ങനെ ആയിരുന്നു. മാത്രമല്ല വൽ മിർവഹിയാത്തു ഹെലികോപ്റ്ററുകളും. വൽ മിർവഹിയാത്തു ഹെലികോപ്റ്ററുകളും. ഏത് ഹെലികോപ്റ്ററാണ്? അൽ ഹർബിയ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന യുദ്ധ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളൊക്കെ ആയിരുന്നു. എന്തായിരുന്നു? ഹല്ലഖത്ത് വട്ടമിട്ട് പറക്കുകയായിരുന്നു. ഹല്ലഖത്ത് വട്ടമിട്ട് പറന്നു. ഫിസ്സമാ ഈ ആകാശത്ത്. വിമാനങ്ങളും യുദ്ധ ഹെലികോപ്റ്ററുകളും ആകാശത്ത് വട്ടമിട്ട് പറന്നു, സഞ്ചരിച്ചു. ഉഖ്തുതിമത്ത് അവസാനിപ്പിച്ചു, സമാപിച്ചു. അൽ ഇഹ്തിഫാലാത്തു പരിപാടികൾ. ഹഫ്ലത്തുൻ ജമ്മ ഇഹ്തിഫാലാത്ത് പരിപാടികൾ എന്ത് ചെയ്തു? സമാപിച്ചു. ബിൻ നഷീദിൽ വത്വനി ദേശീയഗാനത്തോടെ. ദേശീയഗാനത്തോടെ സമാപിച്ചു. ഓക്കെ, അടുത്ത പേജിൽ 89-ാമത്തെ പേജ് നോക്കുക. നുറാജി ഉത്തഖരീറ. നമുക്ക് റിപ്പോർട്ട് വായിക്കാം. റിപ്പോർട്ടിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ആവർത്തിച്ച് വായിക്കാം അല്ലെങ്കിൽ പരിശോധിക്കാം എന്നാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വായിക്കാം. വനക്തുബു എന്നിട്ട് നമുക്ക് എഴുതാം. അൽ ജുമല വാക്യങ്ങൾ. അൽ മുനാസിബത്ത യോജിച്ച സെൻറ്റൻസുകൾ നമുക്ക് എഴുതാം. ലിസുവരി ചിത്രങ്ങൾക്ക്. താഴെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ച അല്ലെങ്കിൽ അതേ ആശയങ്ങൾ വരുന്ന സെൻറ്റൻസുകൾ എഴുതാനാണ്. ആദ്യത്തേൽ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ ആകാശത്തിലൂടെ ആ പരേഡിൻ്റെ ഇടയിൽ എന്താണ് ആ സമയത്ത് വട്ടമിട്ട് പറക്കുന്നതാണ്. അതെങ്ങനെയാണ് എഴുതുക? കാനത്തി ത്വാഇറാത്തു വൽ മിർവഹിയാത്തുൽ ഹർബിയ ഖല്ലഖത്ത് ഫിസ്സമാഇ എന്നാണ്. ഖല്ലഖത്ത് ഫിസ്സമാ എന്നാണ്. ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ടു പറന്നു എന്നാണ് പറയുന്നത്. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ ആകാശത്ത് വട്ടമിട്ടു പറന്നു എന്നാണ് വരിക. രണ്ടാമത്തത് പ്രദർശനം നടത്തുന്നതിനാണ്. യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെ പ്രദർശനം നടത്തുന്നതാണ്. അതെങ്ങനെയാണ് വരിക? ജറൽ അർലുൽ അസ്കരി. ജറ നടന്നു. അൽ അർലുൽ അസ്കരി സൈന്യത്തിൻ്റെ പരേഡ്. മാത്രമല്ല വ അർലുൽ അസ്ലിഹത്തി വൽ മറാക്കിബിൽ ഹർബിയ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെയും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയൊക്കെ പ്രദർശനം നടന്നു എന്നാണ്. അതാണ് അവിടെ കാണുന്നത്. മൂന്നാമത്തത് ഇസ്തൊഫൽ ജുയൂഷു അമാമ ബവ്വാബത്തുൽ ഹിന്ദി. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ സൈന്യം അണിനിരന്നു എന്നുള്ളതാണ്. ഇപ്രകാരമാണ് ഇതിലുള്ള ഒരു ആക്ടിവിറ്റി വരുന്നത്.
നിങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. എത്ര കുട്ടികൾക്ക് ഇന്ത്യൻ സൈന്യത്തെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.